പശ്ചിമേഷ്യയിലെ കടുത്ത യുദ്ധാന്തരീക്ഷത്തിനിടയിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനി അതീവ സുരക്ഷയുള്ള രഹസ്യ സങ്കേതത്തിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് വിദേശ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തുനിന്ന് തന്നെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നീക്കമെന്നാണ് വിവരം. മൊബൈലോ റേഡിയോയോ അടക്കമുള്ള യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാതെയാണ് അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരസംഘടനകൾക്ക് ലോകത്തെവിടെയുമുള്ള ഡിജിറ്റൽ സിഗ്നലുകളും സാറ്റലൈറ്റ് ഫോണുകളും നിമിഷനേരം കൊണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന തിരിച്ചറിവിലാണ് പുതിയ ഇറാൻ മേധാവി അതീവ ജാഗ്രതയോടെയുള്ള സുരക്ഷാ മുൻകരുതലുകളിലേക്ക് മാറിയത്. ആധുനിക സാങ്കേതിക വിദ്യകളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ കോട്ടയാണ് അദ്ദേഹം തനിക്ക് ചുറ്റും തീർത്തിരിക്കുന്നത്. സൈബർ നിരീക്ഷണങ്ങളിലൂടെയും ഫോൺ ചോർത്തലുകളിലൂടെയും തന്റെ ഒളിസങ്കേതം ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ അദ്ദേഹം പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റോ റേഡിയോയോ പോലെയുള്ള യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. തനിക്ക് കീഴിലുള്ള ഭരണകൂടത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമായി സംവദിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും കൈകൊണ്ടെഴുതിയ കത്തുകൾ വിശ്വസ്തരായ രഹസ്യ ദൂതന്മാർ വഴി കൈമാറുന്ന രീതിയാണ് അദ്ദേഹം ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഈ കത്തുകൾ ഓരോ കേന്ദ്രങ്ങൾ കൈമാറി അതീവ രഹസ്യമായാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ വലയങ്ങളെ ഒളിസങ്കേതത്തിലിരുന്ന് വർഷങ്ങളോളം വെട്ടിച്ച മുൻ അൽ ഖ്വയ്ദ തലവന്റെ അതേ സുരക്ഷാ മാതൃകയാണ് ഖമേനിയും ഇവിടെ പിന്തുടരുന്നത്. പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒസാമ ബിൻ ലാദൻ ഇന്റർനെറ്റോ ഫോണോ ഉപയോഗിക്കാതെ വിശ്വസ്തരായ കൊറിയർമാർ വഴി കത്തുകൾ എത്തിച്ചാണ് ലോകമെമ്പാടുമുള്ള തന്റെ അനുയായികളെ നിയന്ത്രിച്ചിരുന്നത്. ഇതേ ഇലക്ട്രോണിക് രഹിത സുരക്ഷാ മുൻകരുതലുകളാണ് ഖമേനിയും പിന്തുടരുന്നതെന്ന് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ശത്രുക്കൾക്ക് ഒളിസങ്കേതത്തിന്റെ ഒരു ഡിജിറ്റൽ സൂചന പോലും ലഭിക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കനത്ത സുരക്ഷാ കാവലും ഉറപ്പാക്കുന്ന കേന്ദ്രത്തിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. നിലവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ ഖോമിയിൽ ഒരു അതീവ സുരക്ഷയിലുള്ള ഭൂഗർഭ ബങ്കറിലാണ് അദ്ദേഹം കഴിയുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുൻപ് നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം ഇവിടെ പ്രത്യേക ചികിത്സയിൽ കൂടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ വിപ്ലവ ഗാർഡിലെ ഏറ്റവും വിശ്വസ്തനും മുതിർന്നവരുമായ കമാൻഡർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ രഹസ്യ ബങ്കറിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലത്തെ കടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിലെയും ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളിലെയും വിരൽ ചൂണ്ടുന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ. ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായ വലിയൊരു തിരിച്ചടിക്ക് ശേഷമാണ് ഇറാൻ ഭരണകൂടത്തിന് ഇത്രയും വലിയ മാറ്റങ്ങളും കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തേണ്ടി വന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും ഉലച്ചൊരു ആക്രമണമായിരുന്നു അയത്തുല്ല ഖമേനിയുടെ വധം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് മുസ്തബയും പിതാവും ഇറാന്റെ മുൻ പരമോന്നത നേതാവുമായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ഈ ആസൂത്രിത വ്യോമാക്രമണത്തിൽ മുസ്തബ ഖമേനിയും അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിതാവിന്റെ മരണത്തോടെ ഇറാന്റെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് മുസ്തബ എത്തിയെങ്കിലും അദ്ദേഹം പൂർണ്ണമായും ജനക്കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. പിതാവിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് മുസ്തഫ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ടത്. എന്നാൽ അധികാരം ഏറ്റെടുത്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രായേൽ ചാരസംഘടനകളുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അദ്ദേഹം ഇതുവരെ ഒരു തവണ പോലും പൊതുജനങ്ങൾക്ക് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പരമോന്നത നേതാവിന്റെ ഈ കടുത്ത ഒളിവ് ജീവിതവും കത്തുകൾ വഴിയുള്ള ആശയവിനിമയ ശൈലിയും ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും കരാറുകളും മുസ്തഫ ഖമേനിയുടെ ഒളിസങ്കേതത്തിൽ എത്താനും അത് വായിച്ച് അദ്ദേഹം മറുപടി നൽകാനും ആഴ്ചകളോളം നീണ്ട കാലതാമസമാണ് എടുക്കുന്നത്. നിലവിൽ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ നയതന്ത്ര പ്രതിനിധികൾക്കോ പോലും തങ്ങളുടെ നേതാവ് എവിടെയാണെന്നോ കഴിയുന്നെന്നോ അദ്ദേഹത്തെ എങ്ങനെ നേരിട്ട് ബന്ധപ്പെടണമെന്നോ അറിയില്ല. ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാൻ ഔദ്യോഗിക പ്രതിനിധികൾ പലപ്പോഴും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നേതാവിൽ നിന്നുള്ള കുറിപ്പുകൾക്കായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഇസ്രായേലിന്റെ ഡ്രോൺ വ്യോമാക്രമണങ്ങളിൽ ഭയന്ന് മുസ്തഫ ഖമേനി പുറമെ ഇറാൻ വിപ്ലവ ഗാർഡിലെ പല മുതിർന്ന കമാൻഡർമാർക്കും നിലവിൽ ഭൂകമ്പ ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ്. പരമോന്നത നേതാവ് ഒളിവിൽ കഴിയുന്നത് ഇറാന്റെ ആഭ്യന്തര ഭരണകാര്യങ്ങളിലും അന്താരാഷ്ട്ര നയതന്ത്ര തീരുമാനങ്ങളിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം.